അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 7 വിന്നർ അനുമോൾ ആയിരിക്കുകയാണ്. ഇത് ശരിക്കും ഡിസർവിംഗ് ആയിട്ടുള്ള ഒരു ഇത് തന്നെയാണോ? അനീഷ് അല്ലേ വിന്നർ ആവണ്ടേ? ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതായത് അനുമോൾ ജയിച്ചത് പി ആറിൻ്റെ ഇത് ബലം കൊണ്ട് മാത്രമാണെന്നാണ് കുറേ പേര് വരുന്നത്. പക്ഷേ അങ്ങനെയാണോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അതായത് അനുമോൾക്ക് ആക്ച്വലി ഫാമിലി ഓഡിയൻസിന് നല്ല രീതിയിൽ സപ്പോർട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പി ആർ കൊണ്ട് മാത്രം അനുമോൾ ജയിച്ചെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അനുമോൾക്ക് അത്യാവശ്യം നല്ല ഫാമിലി ഓഡിയൻസിന് സപ്പോർട്ടുണ്ട്. പക്ഷേ അനീഷിൻ്റെ പെർഫോമൻസ് ഓവറോൾ ആ വീടിൻ്റെ പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ അനുമോളിനകത്ത് കുറച്ചും കൂടെ ഒരു പിടി മുന്നിലായിരുന്നു അനീഷിൻ്റെ പെർഫോമൻസ്. അത് ഡേ 1 തൊട്ട് ഡേ 90 വരെ അനീഷിൻ്റെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. അവിടെ വരെയുള്ള പെർഫോമൻസ് അനീഷിൻ്റെ അടിപൊളിയായിരുന്നു. അനുമോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും പെർഫോമിംഗ് അല്ലായിരുന്നു. പെർഫോമിംഗ് അല്ലെന്നല്ല പറഞ്ഞ്, അനുമോൾ എന്നാലും പെർഫോമിംഗ് ആണ്, നല്ല കണ്ടന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അനീഷിന് അത്രയും വന്നിട്ടില്ല ഈ 90 ദിവസത്തേക്ക്. പക്ഷേ ഈ 90 ഡേയ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും ആ റീ എൻട്രി വന്നപ്പോഴത്തേക്കും എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്താൻ തുടങ്ങി. നമുക്കറിയാം മിക്ക സീസണിലും ഈ ഗെയിം ചേഞ്ച് ചെയ്യുന്നത് ഫൈനൽ വീക്കിലാണ്. അത് നമുക്ക് മറ്റേ കഴിഞ്ഞ സീസണിലെ മറ്റേ അർജുൻ സെക്കൻഡ് വരാനുള്ള കാരണം ഫിനാലെ വീക്കൊക്കെ അടുക്കാറായപ്പോഴത്തേക്കും അർജുൻ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് പുള്ളിക്കാരൻ സെക്കൻഡ് വരെ എത്തി, മറ്റേ ജാസ്മിനെ വെട്ടിച്ച് സെക്കൻഡ് വരെ എത്തിയത്. അതേപോലത്തെ ഒരു സംഭവമാണ് ഇത് നടന്നത്. അതായത് 90 ഡേയ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും അനീഷ് കംപ്ലീറ്റ്ലി സൈലൻ്റ് ആയിപ്പോയി, ആ വീട്ടിലൊന്നും ചെയ്യുന്നില്ല. പിന്നെ ഫുൾ കണ്ടന്റ് കൊടുത്തുകൊണ്ടിരുന്നത് നമ്മുടെ അനുമോളായിരുന്നു. അതാണ് മെയിൻ റീസൺ. അതായത് ശൈത്യയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷം കുത്തി വെച്ചൊരു പരിവാക്കി. പക്ഷേ ഇത് പുള്ളിക്കാരി ഔട്ടാക്കാൻ നോക്കിയത്. അതായത് ഈ ബിൻസി, ശൈത്യ, ഈ മറ്റേ സരികയൊക്കെ വന്നിട്ട് അനുമോക്ക് നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോക്ക് കുറച്ചും കൂടെ ഒരു തേർഡ് പൊസിഷനിലൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചാണ് ഇവർ സംസാരിച്ചത്. പക്ഷേ അത് അപ്പാടെ പാളിപ്പോയി. അതായത് നേരെ അത് നമുക്ക് കാണുന്ന ഓഡിയൻസിന് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരുന്നു. അതായത് നമുക്ക് ഇന്നലെ തന്നെ നമ്മുടെ ആ ബിഗ് ബോസിൽ മറ്റേ സ്കിറ്റ് നടത്തിയായിരുന്നു. അതിനതുപോലെ ജഗദീഷ് ചേട്ടൻ്റെ ഒരു സ്കിറ്റ് ഉണ്ടായിരുന്നു. അത് ജഗദീഷ് ചേട്ടൻ നല്ല വ്യക്തമായി പറയുന്നുണ്ടായിരുന്നു, കത്തിക്കേണ്ട സമയത്ത് കത്തിച്ചില്ല, അതിന് കെട്ട് കഴിഞ്ഞിട്ട് പിന്നെ കത്തിക്കാൻ വന്നിട്ട് എന്ത് കാര്യം ഇരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ. അവന് രഞ്ജിത്തേട്ടനും ഒരു ട്രോൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അതായത് ഗോൾ അടിക്കേണ്ട സമയത്ത് ഗോൾ അടിച്ചില്ല, പിന്നെ വിസിലടിച്ച് കഴിഞ്ഞാൽ എല്ലാവരും പോയി കഴിഞ്ഞ ശേഷം ഗോൾ അടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇത് തന്നെയാണ് ചോദ്യം. അതായത് റീ എൻട്രിക്ക് വരുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഒരു ബോധം ഉണ്ടാകും. ലക്ഷ്മി പക്ഷേ അതിനകത്ത് വ്യക്തമായിട്ട് എയർപോർട്ടിൽ കയറുന്നതിന് പറഞ്ഞു, നമ്മൾ എന്തായാലും ഔട്ടായി, നമുക്കിനി ഗെയിം ഇല്ല, നമ്മൾ അവിടെ പോയിട്ട് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസിനെ സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത്, അതല്ലേ ചെയ്യേണ്ടത്. അല്ലാണ്ട് അവിടെ പോയിട്ട് അയ്യോ ഞാൻ ഇനി ഗെയിം കളിക്കാൻ പോകും, ഞാൻ ഇനിയാണ് ഗെയിം കളിക്കാൻ പോകുന്നത്. ഒരാൾ അവിടെ സാരി ഉടുത്ത് നടക്കുന്നു, ഒരാൾ മറ്റേ അനുമോക്ക് ലോൺ ഇല്ല എന്ന് പറയുന്നു, അവൾ അതില്ല എന്ന് പറയുന്നു. അതൊക്കെ പറയേണ്ട യാതൊരു കാര്യമില്ല. അത് അനുമോളുടെ പാട്ടിന് വിട്ടിരുന്നെങ്കിൽ സുഖമായിട്ട് അനീഷ് കപ്പടിച്ച് പോയേനെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് മെയിൻ ഈ അനുമോൾ ജയിക്കാനുള്ള മെയിൻ കാരണം പി ആർ അല്ല. മെയിൻ ജയിക്കാനുള്ള കാരണം നമ്മുടെ ശൈത്യയാണ്. ശൈത്യക്കാണ് വലിയ ഡാൻസ്. അതായത് അനുമോളുടെ ശത്രുവാണ് അത്. പക്ഷേ അനുമോൾ ജയിക്കുക കപ്പടിക്കാനായിട്ട് മറ്റേ ഫിനാലയുടെ മറ്റേ ആ ഇത് സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് എല്ലാവരും പ്രതീക്ഷ അനീഷ ജയിക്കുന്നതെന്ന് വിചാരിച്ചു. അതായത് മറ്റേ ഗ്രാഫിൻ്റെ അത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. അതായത് ലാലേട്ടൻ ആദ്യം ഫസ്റ്റ് പറയുമ്പോൾ ആരാ ജയിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആ അനീഷിൻ്റെ ഗ്രാഫ് ഒന്ന് മുകളിലോട്ട് പോകും. ആ മുകളിലോട്ട് പോകുമ്പോഴത്തേക്കും എല്ലാവരും കൈയടിക്കുക, അനീഷ് ജയിച്ചെന്ന് വെച്ചാൽ എല്ലാവരും അങ്ങ് കൈയടിക്കുക. അതായത് എല്ലാവരുടെയും വിചാരം അനീഷ് ജയിച്ചു. അപ്പോഴത്തേക്കും എല്ലാവരും ഭയങ്കര കൈയടി. അനുമോളുടെ ബാക്കിയുള്ള പിന്നെ ഗ്രാഫ് താഴോട്ട് വന്നപ്പോഴത്തേക്കും പിന്നെ സൈലൻ്റായി. അനുമോളുടെ ഗ്രാഫിൽ മുകളിൽ പോകുമ്പോൾ ആരും മിണ്ടുന്നില്ല. അങ്ങനെ അനുമോളുടെ കൈ പൊക്കിയപ്പോഴത്തേക്കും ആ കൂടെ എണീച്ച മസ്താനി, പ്രവീൺ, പിന്നെ അങ്ങനെ 2-3 അനുമോക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള രണ്ട് പേര് മാത്രമേ എണ്ണിച്ചുള്ളൂ. ബാക്കിയുള്ളവരെല്ലാവരും മറ്റേ മോന്തയും വീർപ്പിച്ചിരിക്കുക. ബാക്കിയുള്ളവർ ഒരു 3 സെക്കൻഡ് എടുത്തു ഒന്ന് റിയാക്ട് ചെയ്യാൻ. പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഒന്ന് ചിരിച്ചു. ശൈത്യ മറ്റേ മിണ്ടുന്നില്ല. ശൈത്യ കംപ്ലീറ്റ്ലി അങ്ങ് ഷോക്കായിപ്പോയി. ശൈത്യം മിണ്ടാണ്ട് ഇങ്ങനെ നമ്മുടെ ഫ്രണ്ട്സിൽ ജയറാം മറ്റേ ചത്തിരിക്കുന്ന പോലെ ഇങ്ങനെ ചത്തിരിക്കുക. അത് ഭയങ്കര കോമഡി ആയിരുന്നു. അതായത് നമ്മുടെ എഡിറ്ററിന് നല്ല രസമുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ആദ്യം നമ്മുടെ അനുമോളിനെയാണ് കാണിച്ചത്. അനുമോളെ കാണിച്ച് നേരെ ശൈത്യയെ കാണിക്കും. ശൈത്യ ഇങ്ങനെ വിഷമം എന്നിട്ട് എല്ലാവരും എണിച്ചു, കൈയടിക്കാനായിട്ട് എല്ലാവരും എണിച്ചിട്ട് ശൈത്യം എന്നിട്ട് എണിക്കുന്നില്ല. ശൈത്യം എല്ലാവരും എണിച്ചു കഴിഞ്ഞ ശേഷം ലാസ്റ്റ് എല്ലാവരും എണിച്ചു, ശൈത്യം മാത്രമേ ഇരിക്കുന്നു. അതിന് ശേഷം ശൈത്യം ഇങ്ങനെ എണിച്ച് നിൽക്കുന്നേ ഉള്ളൂ, കൈയടിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു ബാഡ് മാനേഴ്സാണ്. അത് ആക്ച്വലി ആരെങ്കിലും ആയിക്കോട്ടെ, പുള്ളിക്കാരിക്ക് അങ്ങ് ജസ്റ്റ് ചുമ്മാ ഇഷ്ടമല്ലെങ്കിലും ജസ്റ്റ് ഒന്ന് കൈയടിച്ചിരുന്നെങ്കിൽ ഇത്രയും നെഗറ്റീവ് വരില്ലായിരുന്നു. ഇനി പുള്ളിക്കാരി ഏത് കാലത്ത് ഏറിന്ന് താഴെ ഇറങ്ങാനാണെന്ന് എനിക്കറിയാൻ പാടില്ല. അത് പുള്ളിക്കാരി പണ്ടും ഇതേപോലത്തെ ഒരു റിയാലിറ്റി ഷോയിൽ ഇതേപോലെ പ്രൈസ് മേടിക്കാണ്ട്, അത് 5th ആയിക്കോട്ടെ 4th ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, അതൊരു പ്രൈസ് നമ്മൾ കൊടുത്തിട്ട് അതും മേടിക്കാണ്ടിരുന്ന ഒരു വീഡിയോ അതും വൈറലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അനുമോൾ ഇപ്പോൾ ഇത് ഡിസേർവിങ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസർവിങ് ആണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അനീഷ് കുറച്ചും കൂടെ ഡിസർവിങ് ആയിരുന്നു. എനിക്ക് പേഴ്സണലി അനീഷ് ജയിക്കണം എന്നായിരുന്നു. അനീഷ് നല്ലൊരു ഗെയിമറായിരുന്നു. പക്ഷേ 90 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അനീഷിൻ്റെ ഗ്രാഫ് ചെറുതായിട്ട് താഴോട്ട് പോയി. അതായത് അനുമോളെ മറ്റേ പ്രപ്പോസ് ചെയ്യുന്നതും അതൊക്കെ വന്നപ്പോഴത്തേക്കും പുള്ളിക്കാരൻ്റെ ഗ്രാഫ് പയ്യെ താഴോട്ട് പോകുമായിരുന്നു. പക്ഷേ ഈ വീട്ടുകാർ വന്നപ്പോഴാണ് കൂടുതൽ അങ്ങോട്ട് ഇറിറ്റേറ്റിംഗ് ആയത്. പക്ഷേ അനീഷ് ആ സമയത്ത് കുറച്ചും കൂടെ പെർഫോം ചെയ്തിരുന്നെങ്കിൽ അനീഷ് എന്തായാലും കപ്പ് തൂക്കിയാണ്.
പക്ഷേ ഡിസർവിങ് ആണ്. എന്ന് വെച്ചാൽ ഒരു കോമണർ ഇന്നേ വരെ ഒരു കോമണർ ഇത്രയും നല്ല പെർഫോം ചെയ്തിട്ടില്ല. അതായത് നമ്മൾ ഇതിന് മുന്നേ ഉള്ള സീസണിലൊക്കെ കുറേ കോമണേഴ്സിനെ കണ്ടിട്ടുണ്ട്. മറ്റേ പടുവാഴയുള്ള കോമണേഴ്സ്, അതായത് ഒന്നെങ്കിൽ വെറുപ്പിക്കും, നമ്മളെ തന്നെ ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കും. വലിയ കണ്ടന്റ് കൊടുക്കാൻ ചുമ്മാ കിടന്ന് അലച്ചുകൊണ്ടിരിക്കുന്ന അല്ല കണ്ടന്റ്. നല്ല രീതിയിൽ സംസാരിച്ച് ഓരോ ഇതും ബ്രില്യൻ്റ് ആയിട്ടൊരു ഗെയിം കളിക്കുന്ന ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്. അത് പക്ഷേ അനീഷ് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കോർണർ എന്ന രീതിയിൽ പുള്ളിക്കാരൻ നല്ല ഈ ഗെയിം നല്ലതായിട്ട് അനലൈസ് ചെയ്ത് അത് നമ്മുടെ അക്ബർ വ്യക്തമായി പറയുന്നുണ്ട്. അനീഷാണ് ഇന്നേ വരെ ആരെയും പേഴ്സണലായിട്ട് ഒരു ബൗണ്ടറി കടന്ന് ഇന്നേ വരെ പോയിട്ടില്ല. അത് അക്ബർ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് വളരെ കറക്റ്റാണ്. പിന്നെ അനിമോൾ പറയുന്ന എല്ലാം കറക്റ്റാണെന്ന് ഞാൻ പറയുന്നില്ല. അതായത് ഇപ്പോൾ അനിമോൾ വീട്ടിൽ കയറിയിട്ട് ആ കുക്കിംഗ്, എനിക്ക് ഈ ബിഗ് ബോസ് ഹൗസിൽ കയറിയിട്ട് ഞാൻ കുക്കിംഗ് പഠിച്ചതെന്ന് പറയുന്നുണ്ട്. അതൊരു നല്ല പച്ചക്കള്ളമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി സ്റ്റാർ സിംഗർ മറ്റേ സ്റ്റാർ സിംഗർ അല്ല, നമ്മുടെ എം ജി ശ്രീകുമാറുമായിട്ട് ഒരു ക്യൂസ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അതിനകത്ത് എന്തൊക്കെ ഉണ്ടാക്കുന്നെങ്കിൽ പൊറോട്ട ഉണ്ടാക്കാൻ അറിയാം, ബിരിയാണി ഉണ്ടാക്കാൻ അറിയാം, എല്ലാ കറികളും ഉണ്ടാക്കാൻ അറിയാം. അത് അന്ന് കുറേ വർഷങ്ങളായി അന്ന് തൊട്ട് എല്ലാം ഉണ്ടാക്കാം, എനിക്ക് എല്ലാം ഉണ്ടാക്കാൻ അറിയാം, എൻ്റെ അമ്മയെ സഹായിക്കുന്നുണ്ട്, എല്ലാ കാര്യം പറയും. പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്കും അത് മാറ്റി, സ്ട്രാറ്റജി മാറ്റി. എനിക്ക് ഇവിടെ വന്നിട്ട് അത് പക്ഷേ ഓഡിയൻസ് വിശ്വസിക്കുന്നില്ല. അവിടെയാണ് നമ്മുടെ പി ആറിൻ്റെ കളി. അവിടെ അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷനിൽ അനുമോക്ക് നെഗറ്റീവ് വരാതിരിക്കാനാണ് ഈ പി ആർ ടീം നോക്കുന്നത്. അവിടെയാണ് ഈ പി ആർ ടീമിൻ്റെ അഡ്വാൻറ്റേജ് വരുന്നത്. അതായത് ഇപ്പോൾ ഒരു പി ആർ ടീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ വോട്ട് മേടിച്ച് കൊടുക്കുക എന്നല്ല പി ആർ ടീമിൻ്റെ ഉദ്ദേശം. ഇപ്പോൾ അനുമോൾ എന്തെങ്കിലും തെറ്റ് കാണിക്കുക, ആ തെറ്റ് ഹൈഡ് ചെയ്യുക. തെറ്റ് ഹൈഡ് ചെയ്തിട്ട് പിന്നെ അനുമോൾ എന്തെങ്കിലും പോസിറ്റീവ് ചെയ്യുകയാണെങ്കിൽ ആ പോസിറ്റീവ് എണ്ണ ഇട്ടുകൊണ്ട് ഇങ്ങനെ വരും. അതായത് നമ്മുടെ മറ്റേ മെയിൻ ആയിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ ജിസയിലും ആര്യൻ്റെ ഇഷ്യൂവിൽ അന്ന് അനുമോളുടെ പി ആർ ടീം ഒരു കത്തിക്കൽ കത്തിച്ചായിരുന്നു. ലാലേട്ടൻ്റെ എപ്പിസോഡ് വന്നപ്പോഴത്തേക്ക് ഇവർക്കൊന്നും മിണ്ടാനില്ല. പിന്നെ ഇവർ പെട്ടെന്ന് മാറ്റിയത് അത്രയും നേരം ലാലേട്ടനെതിരെ തിരിഞ്ഞു. അതായത് ലാലേട്ടൻ അത്രയും സംസാരിച്ചിട്ട് അനുമോൾ മിണ്ടാണ്ടിരുന്നില്ല. അത് അനുമോൾ അവളുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിന്നില്ലേ ആ ഒരു ടോക്കാണ് പിന്നെ വന്നത്. അതും വെച്ചുകൊണ്ട് പൊക്കിക്കൊണ്ട് പോയി. പിന്നെ നമ്മുടെ അനുമോൾ പിന്നെ വേറൊരു ഇതെന്ന് വെച്ചാൽ കുക്കിങ്ങിൻ്റെ ഇത് തന്നെ. കുക്കിങ്ങിൻ്റെ ഈ കാര്യം എനിക്ക് ഇതുവരെ ഉണ്ടാക്കാൻ അറിയത്തില്ല. അത് നമ്മുടെ ഇതേപോലെ ഈ വീഡിയോ ക്ലിപ്പ് വന്നപ്പോഴത്തേക്കും അനുമോളുടെ വേറെ നല്ല കാര്യങ്ങൾ എടുത്ത് ഇങ്ങോട്ട് ഇടും. അതാണ് മെയിൻ ഈ പി ആർ ടീം ചെയ്യുന്നത്. അതായത് ഒരു അനുമോൾ ഒരു നെഗറ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ അനുമോളുടെ നല്ല കാര്യം ഒരു നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ഒരു 1500 ഒരു പോസിറ്റീവ് കാര്യങ്ങൾ ഇവരിങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓഡിയൻസ് പെട്ടെന്ന് അങ്ങ് വിട്ട് പോകും. അവിടെയാണ് ഈ പി ആർ ടീമിൻ്റെ കളി മെയിനായിട്ടിരിക്കുന്നത്. അനീഷ് അനീഷിൻ്റെ പേഴ്സണൽ അക്കൗണ്ട് അനിയന് വല്ലതും കൊടുക്കണമായിരുന്നു. അതായത് അനീഷിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടൊക്കെ അവിടെ കൂടെ കൊടുത്തിട്ട് കുറച്ചും കൂടെ സപ്പോർട്ട് കൊടുത്തിട്ട് അനീഷിന് കുറച്ചും കൂടെ നല്ല രീതിയിൽ വോട്ട് മേടിക്കായിരുന്നു. അനീഷ് നല്ല രീതിയിൽ നല്ലൊരു ഗെയിമറായിരുന്നു. കുറേ ഫാമിലി ഓഡിയൻസ് അനീഷിനെ ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് പേഴ്സണലി അനീഷിൻ്റെ ഗെയിമായിരുന്നു കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പക്ഷേ അനുമോളുടെ ഗെയിം മോശമല്ലെന്നല്ല ഞാൻ പറയുന്നത്. അനുമോളുടെ ഗെയിം നല്ല ഗെയിം തന്നെയായിരുന്നു. പക്ഷേ കുറച്ചും കൂടെ നല്ല ഇത് അനീഷിൻ്റെ ആയിരുന്നു. എൻ്റെ പേഴ്സണലി അനീഷ് ഡിസർവിങ് ആയിരുന്നു. പക്ഷേ എന്നാലും കുഴപ്പമില്ല, ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ഗെയിം. അത് കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മുടെ ടോപ്പ് 3 അത്യാവശ്യം നല്ല, നമ്മുടെ വോട്ടിംഗ് റിസൾട്ട്സ് പറഞ്ഞ പോലെ ആയിരുന്നു. ടോപ്പ് 3 ഷാനവാസ് ആയിരുന്നു. നമ്മുടെ വോട്ടിംഗ് റിസൾട്ട്സ് പോലെ തന്നെയായിരുന്നു. അത് നെവിൻ 4th വന്നു, അക്ബർ 5th വന്നു. അക്ബർ ശരിക്കും പറഞ്ഞാൽ 5th വരെ വരേണ്ട ഒരു കണ്ടസ്റ്റൻ്റേ അല്ല. ആര്യനായിരുന്നു ആ സ്ഥാനത്ത് വരേണ്ട, അതിന് പകരം അക്ബർ വന്നു. അത് പിന്നെ പോട്ടെ എന്ന് പറയാം. പിന്നെ ഒരു ഡിസർവിങ് കണ്ടസ്റ്റൻ്റ് ആയിരുന്നു നൂറ ഔട്ടാവാനുള്ള മെയിൻ കാരണം ആ 90 ദിവസം വരെ നല്ലതായിട്ട് കളിച്ചു. അതായത് നല്ലതായിട്ട് ബാറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് റൺ ഔട്ട് ആവുന്നത് എന്തൊരു കഷ്ടമാണെന്ന് പറയുന്ന പോലെ തന്നെ അത്രയും നല്ലതായിട്ട് കളിച്ചിട്ട് ലാസ്റ്റ് വട്ടം പോയി റൺ ഔട്ട് ആവുന്ന പോലെ ഉണ്ടായിരുന്നു. അതായത് അത്രയും നാളെ തോളത്ത് കൈയിട്ട് നടന്ന ഒരു സുഹൃത്തിനെ പെട്ടെന്ന് പുറയുന്ന കുത്തി, ഒരാൾ പറയുന്നത് കേട്ടിട്ട് പുറത്തുനിന്ന് ബാക്കിൽ പോയിട്ട് കുത്തുന്നത് കട്ടപ്പയുടെ അതേ സ്വഭാവം കാണിച്ചത്. പക്ഷേ ഇവർ ചെയ്ത മിസ്റ്റേക്ക്, അതിപ്പോൾ പുറത്തുനിന്ന് ഇപ്പോൾ എന്നെക്കുറിച്ച് ഒരാൾ കുറ്റം പറഞ്ഞു, അത് ആ പിറ്റേ ദിവസം പോയി അവർ സംസാരിച്ച് തീർത്തിരുന്നെങ്കിൽ ഇത്രയും പുള്ളിക്കാരി ഒരു ടോപ്പ് 5 വരേണ്ട ഷുവറായിട്ടൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. എന്ന് വെച്ചാൽ അത്യാവശ്യം വോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ആദില ഔട്ടായി കഴിഞ്ഞാൽ നേരെ എല്ലാ വോട്ടും വരുന്നത് നൂറയ്ക്കായിരുന്നു. ആ നൂറയുടെ അങ്ങോട്ട് ആദില ഔട്ടായിട്ട് പോലും നൂറയ്ക്ക് ആ വോട്ട് വന്നില്ല. അതെന്തുകൊണ്ടാണ്? അത് ഈ കാണിക്കുന്ന മണ്ടത്തരങ്ങളെല്ലാം കാണിച്ച് നെഗറ്റീവ് എല്ലാം കൂടെ വലിച്ചു കൂട്ടിയിട്ട് ഫാമിലി ഓഡിയൻസ് കൈവിട്ടു, അതുകൊണ്ട് ഔട്ടായി. പക്ഷെ നെവിന് പിന്നെയും ഞാൻ പറഞ്ഞു, ഈ കൂട്ടത്തിൽ പി ആർ ഇല്ലാണ്ട് ടോപ്പ് 4 വന്നൊരു കണ്ടസ്റ്റൻ്റാണ്. എന്ന് വെച്ചാൽ ഈ കൂട്ടത്തിൽ അതായത് റെന്നയ്ക്ക് വരെ, അത് റെന്ന നമ്മുടെ ഷൈത്തിക്ക് വരെ പി ആർ ഉണ്ട്. പക്ഷെ നെവിന് പി ആർ ഇല്ല. നമുക്ക് എവിഡൻ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവും. പുള്ളിക്കാരൻ വോട്ടിങ് അങ്ങനെ വലിയ വോട്ടിംഗ് ഒന്നുമില്ല. പുള്ളിക്കാരൻ ഭാഗ്യം കൊണ്ട് വന്നു. പുള്ളിക്കാരൻ്റെ ഗെയിം കൊണ്ട് കുറേ ഇതിൽ സേവ് ആയി. അങ്ങനെ നമുക്ക് മറ്റേ വോട്ടിംഗ് റിസൾട്ട് കാണിച്ചു പുള്ളിക്കാരൻ ഭയങ്കര ഹൈ ഒന്നും അല്ലായിരുന്നു. ഇത് മറ്റേ ലോ തന്നെയാണ് കിടന്നത്. പക്ഷേ പുള്ളിക്കാരൻ്റെ ഭാഗ്യവും പിന്നെ എന്തോ ഒരു ഇതും ദൈവാനുഗ്രഹം കൊണ്ട് പുള്ളിക്കാരൻ കയറി വന്നു. പക്ഷെ നല്ല കണ്ടന്റും കൊടുക്കുന്നൊരു പ്ലെയർ ആയിരുന്നു നെവിൻ. പക്ഷെ നെവിൻ ടോപ്പ് 4 വന്നാൽ ടോപ്പ് 3 അല്ലെങ്കിൽ ടോപ്പ് 4 ഡിസർവിങ് ആയിരുന്നു. കുഴപ്പമൊന്നുമില്ല, നല്ല ഗെയിമറായിരുന്നു. അക്ബർ ടോപ്പ് 5 എനിക്ക് യോജിക്കുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ബറിന് പകരം ആര്യൻ വരേണ്ടതായിരുന്നു. ആര്യൻ നല്ലൊരു ഗെയിമറായിരുന്നു, അവിടെ നല്ലൊരു ഗെയിമറായിരുന്നു ആര്യൻ. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ഗെയിം. എന്തായാലും നമുക്ക് നോക്കാം. ഇതേപോലത്തെ കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.